പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നാളുകളിൽ നോമ്പിൻ്റെ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ഇന്ന് നോമ്പിൻ്റെ 11-ാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ക്രൂശിലെ പ്രവർത്തനം എന്താണ് എന്ന് ചിന്തിക്കുവാനും നോമ്പിൻ്റെ ആദർശങ്ങളായ അനുതാപവും വീണ്ടെടുപ്പും സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യതമാകുവാൻ ദൈവമേ സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. എന്താഗ്രഹത്തോടും പ്രത്യാശയോടും ഈ ആരാധനകളിൽ പങ്കെടുക്കുന്നു, അതിൻ്റെ എല്ലാ നന്മകളും അനേകമടങ്ങായിട്ട് അനുഭവിപ്പാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കണമേ. കടന്നു വരേണ്ടവരെ തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. ദൈവത്തിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കും. ഇന്നത്തെ ആരാധന അങ്ങേക്ക് മഹത്വപൂർണ്ണമായി തീരുവാൻ സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 365-ാമത്തെ ഗീതം, ദൈവത്തിൻ്റെ ഏകപുത്രൻ എന്നാരംഭിക്കുന്ന 365-ാമത്തെ ഗീതം. രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു, കുരിശിന്മേൽ മരിച്ചു. മനുഷ്യനായി പാടുപെട്ടു, കുരിശിന്മേൽ മരിച്ചു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. ആവികളും രോഗികളുമായ നരവർഗത്തെ വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തനായി. വീണ്ടെടുപ്പാൻ എത്ര കഷ്ടം സഹിച്ചു നീ ശാന്തനായി. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. നിർമ്മലന്മാർ ഭുജിക്കുന്ന പരലോക അപ്പം താൻ പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കൂ നീ രക്ഷകൻ. പാപികൾക്കു ജീവൻ നൽകി രക്ഷിക്കൂ നീ രക്ഷകൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകരാ. കൃപയാലേ രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം
വാഞ്ചിക്കുന്നു. ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകനാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകനാ. പാപിയിൽ പ്രധാനിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ശാപമൃത്യുവേറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ശാപമൃത്യുവേറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകനാ. മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷകനാ. സങ്കീർത്തനം 111 വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 111. യഹോവയെ സ്തുതിപ്പിൻ, ഞാൻ നേരിലുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളതൊക്കെയും ശോധന ചെയ്യേണ്ടതും ആകുന്നു. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുള്ളവൻ തന്നെ. തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികൾ അവകാശം സജ്ജനത്തിന് കൊടുത്തതിൽ തൻ്റെ പ്രവൃത്തികളുടെ ശത്രു അവർക്ക് വിശദമാക്കിയിരിക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസം തന്നെ. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ച് തൻ്റെ ജനത്തിന് എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗവും സുവിശേഷ വേദഭാഗവും വായിച്ച് കേൾപ്പിക്കുന്നു. ലേഖന വേദഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 1 മുതൽ 9 വരെ. ദൈവത്തിൻ്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വായനയ്ക്കായി നൽകിയിരിക്കുന്ന പുതിയ പാഠഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 9 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങൾ ശ്രദ്ധിക്കുന്നു. 1 കൊരിന്ത്യർ 2:1 മുതൽ 9 വരെ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. എന്നാൽ
തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതായത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ഈ വായിച്ചയുടെ തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ വിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 24 അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ക്ലെയോപ്പാവെന്ന പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്നുത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈ വാഴ്ചയുടെ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന നിധനായ നീതിമാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ആലയത്തിൽ നോമ്പാരാധനയുടെ 11-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവമേ കൃപ നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഈ നാളിലും പ്രാപിപ്പാൻ വാഞ്ചയോടെ സമീപിച്ചിരിക്കുന്ന ജനത്തിൻ്റെ മേൽ അങ്ങ് കടാക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരം പ്രിയപ്പെട്ട മേൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട വാക്യങ്ങൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത് വചനം കേൾക്കുമ്പോൾ ദൈവാത്മാവിനാൽ നിറയുവാൻ, കർത്താവിൻ്റെ പ്രിയമക്കളായി തീരുവാൻ, യേശുവിനോട് പൂർണ്ണമായി അലിഞ്ഞു ചേരുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തോടെ ഭാരത്തോടെ ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുകയും അധികമായ നന്മ നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്ന ഏത് മക്കളെയും ദൈവം ശക്തി പകരുമല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ വേളയിൽ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട അനേകരുണ്ടല്ലോ കർത്താവ്. അതുപോലെ ഈ നാളുകളിലും അങ്ങയുടെ ശക്തി ഞങ്ങൾ ആസ്വദിക്കുവാൻ ദൈവം സഹായിക്കണമേ. ക്ഷീണിതരായിരിക്കുന്നവർ, പ്രത്യേകിച്ച് അപകടങ്ങളിൽപ്പെട്ട് ഭവനങ്ങളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ, സൗഖ്യം നൽകണമേ. ദൈവാശ്രയത്തോടെ ജീവിപ്പാൻ കർത്താവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേക
ചെറിയ അസുഖത്താൽ ആശുപത്രിയിൽ പോയി ചികിത്സയിലായിരിക്കുന്ന ഞങ്ങളുടെ അച്ഛൻ്റെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ മകൾക്കും സൗഖ്യം നൽകണമേ. ഈ നാളുകളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, നന്നായിട്ട് പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുവാൻ പ്രിയപ്പെട്ടവർ ദൈവം സഹായിക്കണമേ. ശാരീരികമായിട്ടുള്ള ക്ഷീണമുണ്ട് എങ്കിലും ആലയത്തിൽ കടന്നു വന്ന അനേക വ്യക്തികളുണ്ട്. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകർന്ന് കർത്താവിൻ്റെ ആശ്വാസം പ്രിയപ്പെട്ടവർക്ക് നൽകുകയും ദീർഘായുസ്സോടെ കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവങ്ങളുടെ കൊയറിനെ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ. ദൈവാത്മാവിനാൽ നിറയപ്പെടുവാൻ അവരുടെ ഗാനാലാപനത്തിലൂടെ ഞങ്ങളൊക്കെ കൂടുതലായിട്ട് കർത്താവിൽ ചേരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഇന്നത്തെ വചന സന്ദേശത്തെ കർത്താവ് അനുഗ്രഹിച്ച് നൽകണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ ഒരുക്കുവാൻ ദൈവം സഹായിക്കണമേ. 30, 60, 100 മേനി അത് വിളയുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുവാനും മറ്റുള്ളവർക്കത് അനുഗ്രഹമായി തീരുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നന്മയായി തീരുവാനും ദൈവമേ അങ്ങ് സഹായിക്കണമേ. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും എന്ന് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് കർത്താവേ ഉപമ പറഞ്ഞു തന്നുവല്ലോ. ഞങ്ങളെ തന്നെ പൂർണ്ണമായും എരിഞ്ഞു തീരുന്ന വിളക്കായി, അലിഞ്ഞു തീരുന്ന ഉപ്പായി ഞങ്ങൾ ഈ ലോകത്തിൽ നന്മ പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. പകരത്തെ ക്ഷീണങ്ങൾ, ഭാരങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിലും കടന്നു വന്ന ജനത്തെ അധികമായിട്ട് ദൈവം അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ദൈവദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണമേ കർത്താവേ. ഒരു ദുഷ്ടശക്തി അടുക്കാതെ വണ്ണം യേശു അപ്പച്ചൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആലയത്തിൽ നടകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ശിരസിന്മേൽ അങ്ങ് കൈവയ്ക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ തലോടുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗപിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്ത സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ. ഈ സമയത്ത് നമുക്ക് ഇരുന്നു കൊണ്ട് തന്നെ 360 ഗീതം സമർപ്പണത്തോടെ പാടാം. ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. പാപത്തിൻ മാവിഷത്തെ ഒഴിപ്പാൻ എന്ന് ആരംഭിക്കുന്ന 360 ഗീതം. പാപത്തിൻ മാവിഷത്തെ രക്ഷകനീക്ഷിതിയിൽ വന്ന യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാ യേശുവിനു മഹത്വം. ആശയറ്റൻ സ്ഥിതി താനറിഞ്ഞു, ഈശഗോവാഗ്നിയിൽ വീണെരിഞ്ഞു. വിശുദ്ധ നീളം വിയർപ്പായി ചൊരിഞ്ഞു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കാ യേശുവിനു മഹത്വം. ക്രൂശിൽ കൈകാലുകളെ താൻ വിരിച്ചു, ക്രൂരന്മാരാണി കൊണ്ടതിൽ തറച്ചു. കൊടിയ വേദന എനിക്കായി സഹിച്ചു. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, മഹത്വം, യേശുവിനു മഹത്വം.
കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. യേശുവിനർപ്പിച്ചേ സർവവും അവനായി ഏൽപ്പിച്ചേ പാവന ജീവിതമാകണമെൻ യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം മഹത്വം യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ചൻ പേർക്കായി യേശുവിനു മഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. ആലയത്തിൽ വരുമ്പോൾ വെറും കൈയായി വരാതെ കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ച അർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമായ കർത്താവെ അർപ്പിക്കപ്പെട്ട കാഴ്ച അങ്ങ് സ്വീകരിക്കുകയും അനേകമടങ്ങായിട്ടുള്ള നന്മ പ്രിയ മക്കൾക്ക് പകരുകയും ചെയ്യണമേ. ഈ അർപ്പിച്ച കാഴ്ച ദൈവരാജ്യ മഹത്വനായിട്ട് പ്രതിഫലിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. ഞങ്ങൾ ഈ അർപ്പിച്ചതിലൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിനായി സമർപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. തുടർന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ അങ്ങ് ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവേ. സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന മക്കളെയും ഒരുപോലെ വചനം ധ്യാനിക്കുവാനും അനുസരിക്കുവാനും സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് മറിയയോട് ദൂതൻ പറഞ്ഞ ആ വാക്കുകൾ, എലിസബത്ത് പറഞ്ഞ ആ വാക്കുകൾ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ നോമ്പ് ആരാധനയിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥയിലുള്ളവർ ഇവിടെ ഉണ്ട്. ദൈവം അവർക്ക് അമിതമായ ശക്തിയും ഉണർവും ഉന്മേഷവും സമൃദ്ധമായ ജീവന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്യമായി പറയേണ്ട കാര്യങ്ങൾ മറ്റ് പരസ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നോമ്പാരാധന പതിവ് പോലെ 7:30 മുതൽ 8:15 വരെ നടത്തും. സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെയും ക്ഷണിക്കുവാനായിട്ട് നമുക്ക് കടമയുണ്ട്. നമ്മൾ കടന്നു വരികയും മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പാഠമായി വായിച്ചു കേട്ട കൊരിന്ത്യർക്ക് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു കർത്താവായ യേശുക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്ത്യത്വം ഇല്ല. അതുകൊണ്ടാണ് പൗലോസ് ആ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ ക്രൂശിലല്ലാതെ ഞാൻ പ്രശംസിപ്പാൻ ഇടവരരുത്. പൗലോസിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും സുവിശേഷ ഘോഷണത്തിലും യേശുക്രിസ്തു ആയിരുന്നു കേന്ദ്ര ബിന്ദു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു ദൈവമായിരുന്നു, ദൈവപുത്രനായിരുന്നു. അതോടൊപ്പം അതിന് തുല്യമായി തന്നെ മനുഷ്യനും ആയിരുന്നു, മനുഷ്യപുത്രനും ആയിരുന്നു. സ്വർഗത്തിൽ നിന്ന്, പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് ഭൂമിയിലേക്കിറങ്ങിയ ദൈവം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച പച്ചയായ മനുഷ്യൻ, ദൈവവും മനുഷ്യനുമായി
ലോകത്തിൽ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇതാണ് പൗലൂസിൻ്റെ സുവിശേഷം. പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച മനുഷ്യനായിരുന്നു ക്രിസ്തു എന്ന് ലോകത്തോട് പ്രസ്താവിക്കുന്നതാണ് പൗലൂസിൻ്റെ സുവിശേഷം. പൗലൂസ് ഈ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി ഇരിക്കുക. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കുക. ഈ അറിയാത്തവനായി വളരെ അർത്ഥഗാംഭീര്യമുള്ള ഒരു വാക്കാണ് അറിയാത്തവൻ, അറിഞ്ഞവൻ, അറിയാത്തവൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെ മാത്രമേ അറിയാവൂ. അവിടെ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി. അതിന് നമ്മൾ പോസിറ്റീവ് ആക്കുമ്പോൾ ക്രിസ്തു മാത്രം അറിയണം, ക്രിസ്തുവിനെ മാത്രമേ നാം അറിയാവൂ. ക്രിസ്തുവിനെ അറിഞ്ഞാൽ ഇതൊരു വളരെ ആത്മീയമായിട്ടുള്ള വലിയ അർത്ഥമുള്ള കാര്യമാണ്. ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് മാതൃകയാക്കി ഉപമയായി യേശു പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യ ഭർത്താവിനെ അറിയുന്നു, ഭർത്താവ് ഭാര്യയെ അറിയുന്നു. നമുക്കറിയാം, സുവിശേഷത്തിൽ മറിയ ദൂതനോട് ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായി കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പറയാണ്, പരിശുദ്ധാത്മാവിനാൽ ഒരു കാര്യവും അസാധ്യമല്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും, അങ്ങനെ നിന്നിൽ ജനിക്കുന്നത് വിശുദ്ധ പ്രജ ആയിരിക്കും. അപ്പം ക്രിസ്തുവിനെ മാത്രം അറിയുക, അത് വളരെ അർത്ഥഗാംഭീര്യമുള്ളതാണ്. ഒരു മണവാളനും മണവാട്ടിയും, ഒരു ഭാര്യയും ഭർത്താവും, ക്രിസ്തുവും മണവാട്ടി സഭയും അങ്ങനെ അറിയുന്ന അവസ്ഥ. ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കുക, ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി. ക്രിസ്തുവിനെ അറിയുമ്പോൾ എല്ലാം ക്രിസ്തുവിലുള്ള ജ്ഞാനം, ക്രിസ്തുവിലുള്ള വിവേകം, ക്രിസ്തുവിലുള്ള പരിജ്ഞാനം, ക്രിസ്തുവിലുള്ള ജ്ഞാനമെല്ലാം നമുക്ക് ഒഴുകിയെത്തും നമ്മുടെ ജീവിതത്തിൽ. ഈ ലോകത്തിൽ പരിപൂർണ ദൈവമായും പരിപൂർണ മനുഷ്യനായും ജീവിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, മറ്റൊന്നും അറിയാത്തവനെ പോലെ ഞാൻ ജീവിച്ചു. പൗലൂസ് അങ്ങ് തീരുമാനിക്കുകയാണ് മനസ്സിൽ, യേശുവിനെ മാത്രമേ ഞാൻ അറിയുകയുള്ളൂ, മറ്റൊന്നും അറിയാത്തവനെ പോലെ. മറ്റൊന്നും അറിയാത്തവനെ പോലെ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇന്നത്തെ ധ്യാനത്തിലും അത് പ്രസക്തമാണ്. ഭൂമിയിലുള്ള മറ്റെല്ലാം ഛേദം എന്നെണ്ണുന്നു. പൗലൂസ് പറയാണ്, മറ്റെല്ലാം ഛേദം എന്നു. എനിക്ക് പ്രശംസിക്കുവാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ് എനിക്ക് പ്രശംസിക്കാനുള്ളത്. അതുകൊണ്ട് എന്നിൽ ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്താണ് അതിൻ്റെ അർത്ഥം? മരിക്കണമെന്നല്ല, മരിക്കുന്നത് ലാഭം. കാരണം പൗലൂസ് പറയാണ്, ഞാനിപ്പോൾ ക്രിസ്തുവിലാണ്, ഞാനിപ്പോൾ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് മരിച്ചാൽ ഞാൻ തീർച്ചയായും ദൈവരാജ്യത്തിൽ പോകും, നിത്യജീവൻ നമുക്ക് ദാനമായി നൽകും. അതുകൊണ്ട് മരിക്കുന്നത് എനിക്ക് ലാഭം. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കണം, മറ്റൊന്നും അറിയാത്തവനെ പോലെ. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് നമ്മെ തന്നെ ബന്ധിക്കുമ്പോൾ മറ്റൊന്നും അറിയാത്തവനെ പോലെ ആയിത്തീരും. മറ്റൊന്നും, ക്രിസ്തുവിനെ മാത്രം അറിയുന്ന വ്യക്തിയായിത്തീരും. പൗലൂസ് അത് എഴുതുമ്പോഴത്തേക്ക് ചരിത്രപരമായ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് അവിടെ. ആദ്യമായി പൗലോസ് കൊരിന്തിൽ വരുമ്പോൾ ആരും തന്നെ ക്രിസ്ത്യാനികളായിട്ടില്ലായിരുന്നു. ഒരു മനുഷ്യരും ക്രിസ്ത്യാനികളായിട്ടില്ല.
ഒറ്റയ്ക്കായിരുന്നു, ബലഹീനപാത്രമായിരുന്നു. ഭയത്തോടെ, വളരെ നടുക്കത്തോടെയാണ് കൊരിന്തിൽ വന്നത്. ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന അനുഭവങ്ങൾ, ബലഹീനനായി പോകുന്ന അനുഭവങ്ങൾ, ഭയത്തോടെ നടുക്കത്തോടെ ആയിരിക്കുന്ന അനുഭവങ്ങൾ നമ്മിലുണ്ടായിട്ടുണ്ട്. പൗലോസ് കൊരിന്തിൽ എത്തുമ്പോൾ ഇതെല്ലാം പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. പൗലോസിൻ്റെ പ്രസംഗത്തിൽ, പൗലോസിൻ്റെ സുവിശേഷ ശുശ്രൂഷയിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ദൈവാത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പൗലോസിലൂടെ വെളിപ്പെടുകയാണ്. അപ്പം അങ്ങനെ തൻ്റെ ശുശ്രൂഷയിൽ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടത് 2 രീതിയിലാണെന്ന് ആ വേദഭാഗത്തിൽ കാണാം. അങ്ങനെ വെളിപ്പെടുമ്പോൾ ഇത് കേട്ട വിശ്വാസികൾ അവർ അനുതപിക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും ചെയ്ത അനേകരിലേക്ക് ശക്തി പുറപ്പെട്ടു. പൗലോസ് സുവിശേഷം അറിയിക്കുമ്പോൾ അനേകർ അനുതപിച്ച് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ വിശ്വസിച്ചു. അവരിൽ അനേകർ ശക്തി പ്രാപിച്ചു. യെഹെസ്കേൽ പ്രവചനത്തിലെ അസ്ഥിയോട് ചേർന്ന് മാംസം വച്ച് രക്തം ഓടി എഴുന്നേറ്റ് നിന്ന് പ്രവചിച്ച് നമുക്കറിയാം. ശൂന്യതയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ദൈവം മനുഷ്യനെ നോക്കി മനുഷ്യനിലൂടെ ആഗ്രഹിക്കുന്നത് അവൻ തെറ്റ് ചെയ്താലും അവൻ അനുതപിക്കണം. അങ്ങനെ അനുതപിച്ച് യേശുവിൽ പൂർണ്ണമായും വിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അനേകരിലേക്ക് പകരപ്പെട്ടു, വെളിപ്പെട്ടു. രണ്ടാമത്, അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസ് ചെയ്ത അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവശക്തി കണ്ടു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധവേളയിൽ അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചായിട്ട് കാണുവാൻ കഴിയും. അടയാളങ്ങൾ പ്രവർത്തിച്ചു. അത് ഏതിലൂടെയാണ്? ദൈവത്തിൻ്റെ ശക്തി. ഇത് വ്യക്തമായിട്ട് എല്ലാ അത്ഭുത പ്രവൃത്തിയിലും ഉണ്ട്. ഒരെണ്ണത്തിൽ ആ സ്ത്രീ വിളിച്ചു പറയാണ്, യേശുവിൽ നിന്ന് ഒരു ശക്തി എന്നിലേക്ക് പുറപ്പെട്ടു. എന്നിലേക്കൊരു ശക്തി പുറപ്പെട്ടു. യേശുവും പറയുകയാണ്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നെ തൊട്ടതാര്? അപ്പം അങ്ങനെ തൊടുവാനുള്ള അവസരങ്ങളാണ് നോമ്പിൻ്റെ അവസരങ്ങൾ. യേശുക്രിസ്തുവിനെ ഒന്ന് വിശ്വാസത്തോടെ തൊട്ടാൽ തീർച്ചയായും യേശുവിൽ നിന്ന് ശക്തി പൂർണ്ണമായിട്ടും പ്രാപിക്കുവാൻ കഴിയും. എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ക്ഷീണം ഉണ്ട്. നമ്മൾ ക്ഷീണവും പ്രയാസവും ഇല്ലാത്ത ആരുമില്ല. ആലയത്തിലെ ശുശ്രൂഷകളിൽ തന്നെ പല സമയങ്ങളിൽ ചുമയുടെ ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വളരെ കഠിനമായ ചുമയുടെ പ്രയാസമായിരുന്നു. എന്നാലും ആലയത്തിലെ ശുശ്രൂഷകൾക്ക് ഭംഗം വരുവാൻ ദൈവം ഇടയാക്കിയില്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച മുഴുവനും കോയമ്പത്തൂരിലെ കാരുണ്യ കേന്ദ്രത്തിലെ പോൾ ദിനകരൻ്റെ ആ കേന്ദ്രത്തിലായിരുന്നു ഞങ്ങളുടെ ധ്യാനം. അവിടെ ആദ്യത്തെ പോൾ ദിനകരൻ്റെ ഇനാഗുറേഷൻ സ്പീച്ച്, അതിൽ വേദി പങ്കിടുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചിന്ത ഞാൻ മറ്റൊരു ദിവസം, അവിടെ പറഞ്ഞ ചിന്ത ഞാൻ മറ്റൊരു ദിവസം വചനത്തിലൂടെ ഞാൻ വെളിവാക്കും. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ മുമ്പിലത്തെ ഒരാഴ്ച ഈ വൈദികരെയും സഭാശുശ്രൂഷകരെയും പാട്ട് പഠിക്കുവാനായിട്ട് കാട്ടാക്കട ഇരിക്കുന്ന സിംഗ്ലിയച്ചൻ്റെ അവിടെ പാട്ട് പഠിക്കാൻ പോയി. നിങ്ങൾക്കറിയാം, തൊണ്ട വളരെ റിസ്ക് ചെയ്യുന്ന സമയമാണ് ഈ പാട്ട് പഠിക്കുന്നത്. 17 പാട്ട്.
പഠിച്ച് തൊണ്ടയൊക്കെ പോയി. പിന്നെ അവിടെ ചെന്ന് പാടാൻ പറ്റുമെന്നേ വിചാരിച്ചില്ല, പഠിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പഠിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസവും ചുമയുടെ വളരെ ശക്തമായ പ്രതികൂലം. പക്ഷേ അവിടെ പോയ ആൾക്കാരോട് ചോദിച്ചാൽ പറയും, പാട്ട് പഠിപ്പിക്കുന്ന അന്ന് രാവിലെ ഒരു ക്ഷീണവുമില്ല. അന്ന് ഫുൾ പാട്ടും പഠിപ്പിച്ചു, അന്നും പിറ്റെന്നുമായിട്ട്. അതിൻ്റെ പിറ്റെന്ന് വീണ്ടും ചുമയുടെ പ്രയാസം തുടങ്ങി. ഇന്നലെ ആണ് ഏകദേശം അത് പൂർണ്ണമായിട്ടും മാറി. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന വാർദ്ധക്യ മാതാപിതാക്കളും നമുക്കുമൊക്കെ വളരെ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുവാൻ കഴിയുന്നത്. ക്ഷീണമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അമിതമായ ശക്തി അനുഭവിക്കുവാൻ കഴിയും. അതാണ് അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും. അതിലൂടെ ദൈവശക്തി വെളിപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ് ഉണ്ടാകേണ്ടത്. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം നമ്മിലുണ്ടാകണം. ഒരു ആലയത്തിൽ ശുശ്രൂഷകൾക്ക് സഭാശുശ്രൂഷകളിൽ പുരോഹിതന്മാർ നേതൃത്വം കൊടുക്കുന്നത് പോലെ അതാത് ഭവനങ്ങളിൽ മാതാപിതാക്കൾ നമ്മളെ ഓരോരുത്തരെയും വചനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട പുരോഹിത വർഗവും വിശുദ്ധ വംശവും എന്നാണ് നമ്മെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും പുരോഹിതന്മാരാണ്. ഓരോരുത്തരുടെ കർത്തവ്യങ്ങൾ അതാത് സ്ഥലത്ത് ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ പല പള്ളികളിൽ പുരോഹിതന്മാരായിട്ട് സഭാശുശ്രൂഷയായിട്ട് ഇരുന്നവരാണ്. അപ്പോൾ നമ്മളെല്ലാവരും ആ ശുശ്രൂഷ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് കുടുംബത്തിലെ മാതാവും പിതാവും അവർ പുരോഹിതരാണ്. അവരിലൂടെ മക്കൾക്ക് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം കിട്ടണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ അവർ പുറത്തേക്ക് പോകുമ്പോൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിടണം. അത് അനുഗ്രഹമാണ്. അനുഭവസ്ഥനാണ് ഞാൻ. നിങ്ങളും അനേകം പേർ അനുഭവസ്ഥരാണ്, എനിക്കറിയാം. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം ഉണ്ടാകണം. അതവരെ കാക്കും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ശുശ്രൂഷയിൽ, നമ്മുടെ പ്രസംഗത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ നാം പ്രസംഗിക്കാവൂ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റതും ലോക മാനവരാശിയെ മുഴുവനും രക്ഷിക്കുവാനായിട്ട് യേശുവിന് കഴിഞ്ഞതും. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കേൾക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ കേൾക്കുന്നവരുടെ വിശ്വാസം വർദ്ധിക്കും. അവർ ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കും. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് പേടിക്കേണ്ട കാര്യമില്ല. മഴ വന്നു, കൊടുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, അവൻ്റെ വീട് തകർന്നു പോയില്ല. ദൈവശക്തിയിലാണോ നാം അടിസ്ഥാനമിട്ടിരിക്കുന്നത്? ഒരു വൃക്ഷത്തെ അടിസ്ഥാനമായിട്ട് ചിന്തിച്ചാൽ അതിൻ്റെ വേരുകൾ ആഴത്തിലോട്ട് ഇറങ്ങി നല്ല ഉറപ്പുള്ള ആഴത്തിൽ ആണ് അതിൻ്റെ വേരുകളുടെ അടിസ്ഥാനമെങ്കിൽ ആ വൃക്ഷത്തെ ഒരു ശക്തിക്കും വീഴ്ത്തുവാൻ കഴിയുകയില്ല. ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെടണം. ഇന്ന് നാം വചനം കേൾക്കുന്ന മാത്രയിൽ ഈ ഒരു വാക്ക് മാത്രമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഹൃദിസ്ഥമാകട്ടെ. ദൈവശക്തിയിൽ അടിസ്ഥാനമുള്ള മനുഷ്യനെ ആർക്കും തകർത്ത് കളയുവാൻ കഴിയുകയില്ല. 46-ാമത്തെ സങ്കീർത്തനം നിങ്ങൾക്കറിയാം. ഭൂമി മാറിപ്പോവും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയേക്കാം, പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല. അതൊന്ന് മനസ്സിൽ പറയാമോ നിങ്ങൾ? ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്താ? തൊട്ടടുത്ത വാക്യം, എനിക്കൊരു നദിയുണ്ട്, അത് ദൈവനഗരത്തിൽ നിന്ന് എന്നിലേക്ക് പുറപ്പെടുന്നു. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്ന് ഒഴുകുന്ന ആ രക്തം, അത് തിരുവത്താഴത്തിലൂടെ മാംസമായി രക്തമായി നാം സ്വീകരിക്കുമ്പോൾ
ദൈവശക്തിയിൽ നാം അടിസ്ഥാനപ്പെടും. ദൈവശക്തിയിൽ അടിസ്ഥാനപ്പെട്ടവരാണ് പക്വതയുള്ളവർ അല്ലെങ്കിൽ ആത്മീകർ എന്ന് പറയുന്നത്. മറ്റൊരു തിന്മശക്തിയെയും അവർ ഭയപ്പെടുകയില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറഞ്ഞതുപോലെ ഈ തീച്ചുളയിൽ വെന്ത് ചാമ്പലായി തീർന്നാലും നെബൂഖദ്നേസർ രാജാവെ, അങ്ങ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. എടുക്കാമോ തീരുമാനം? യുദ്ധം തുടങ്ങി. നിസ്സാരമായിട്ട് നമ്മൾ കളയരുത്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ ലോകം നമുക്ക് സമാധാനം നൽകുകയില്ല. വളരെ സമാധാനത്തോടും നീതിയോടും സത്യത്തോടും സത്യസന്ധതയോടും ദൈവാത്മാവിൻ്റെ പ്രദർശകരായി നാം ജീവിക്കുമ്പോൾ കർത്താവ് നമുക്ക് നിത്യമായ ജീവനെ സ്വർഗരാജ്യത്തെ തരും. എന്താണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മം? ഇന്ന് വായിച്ചു കേട്ട ആ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം വരുമ്പോൾ 8-9 വാക്യങ്ങളിൽ വരുമ്പോൾ അത് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും കാണാപ്പാടായ വാക്യമാണ്. റോമരുടെ ലേഖനം 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 8-9. അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ ഭാഗത്തിൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇപ്പം ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന അനുഭവങ്ങൾ മറ്റാർക്കും അറിഞ്ഞുകൂടാ. ഇന്ന അപ്പൻ്റെ അമ്മയുടെ മകളായിട്ട് അല്ലെങ്കിൽ മകനായിട്ട് ഞാൻ ജനിക്കുമെന്ന് നമുക്കറിയായിരുന്നോ? അത് ദൈവത്തിനെ അറിയാവൂ. എനിക്ക് ഇന്ന രീതിയിലുള്ള മക്കളെ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നോ? ദൈവത്തിനെ അറിയാവൂ. ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പേ, അതും ഈ ഭാഗത്തിലുണ്ട്, ലോക സൃഷ്ടിക്ക് മുമ്പ് ആത്മാവിൻ്റെ മണ്ഡലത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. എന്തിന്? കർത്താവിന് വേണ്ടി. ഇതൊക്കെ മറഞ്ഞിരിക്കുന്ന സത്യമാണ്. ഉദാഹരണമായിട്ടാണ്, മാതൃകയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രൂശിക്കപ്പെട്ട് ലോകമാനവരാശിയെ രക്ഷിക്കും എന്ന് പിശാച് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ ലോകത്തിൻ്റെ പ്രഭു അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിലെ വാക്യത്തെ എടുത്ത് ലേഖകൻ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം പ്രിയപ്പെട്ടവരെ ലോകത്തിനറിഞ്ഞുകൂടാ. നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മുടെ ചില സന്ദർഭങ്ങളിൽ സാമ്പത്തികമായിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഇന്ന കാര്യം സാധിക്കണം, നമ്മൾ മനസ്സൊക്കെ കുഴഞ്ഞു ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ദൈവം നടത്തിയില്ലേ? ഇതാണ് ദൈവത്തിൻ്റെ പരിജ്ഞാനം. ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിന്, ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡീക മനസ്സിന് അറിഞ്ഞുകൂടാ, ആത്മമണ്ഡലത്തിനെ അറിയാവൂ. നടത്തിയ വിധങ്ങളെ ഓർത്താൽ എങ്ങനെ നന്ദി പറയാതിരിക്കും? ദൈവത്തിൻ്റെ ജ്ഞാനം ലോകത്തിനറിഞ്ഞുകൂടാ. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ദൈവം നമ്മെ മുൻനിയമിച്ചു ആത്മമണ്ഡലത്തിൽ. എഫേസ്യർക്ക് ലേഖനം 1:42 അത് നമുക്ക് കാണാം. നിത്യമായ രക്ഷ, നിത്യമായ ജീവൻ, മഹത്വം, ഇതൊക്കെ ദൈവം നമ്മെ രക്ഷിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. നിത്യജീവനെ പ്രാപിക്കുവാൻ മറഞ്ഞിരിക്കുന്ന മന്നയായ ക്രിസ്തുവിനെ പൂർണ്ണമായി നാം ചേർത്ത് കൊള്ളുമ്പോൾ നമുക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യനും കാണാതെ, ഒരു കണ്ണും കാണാതെ, ഒരു മനസ്സിലും തോന്നാതെ ദൈവം നമുക്ക് നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയും നന്മ അനുഭവിപ്പാൻ സഹായിക്കുകയും ചെയ്യും. ഈ നോമ്പ് ദിനത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേൽക്കാം. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ എൻ്റെ പിന്നാലെ ഏറ്റു പറയുക. ദൈവമേ, ക്രൂശിതനായ യേശു അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഇത് ഹൃദയത്തിൽ ആഴമായി പാടി പതിഞ്ഞ എൻ്റെ വിശ്വാസ സംഗീതമാക്കണമേ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ എൻ്റെ സൗഖ്യദായകനും ആത്മസഖിയുമായി നിലനിർത്തുവാൻ സഹായിക്കണമേ. ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കുറുപ്പടിയായും
മരുന്നായും ക്രൂശിതനെ സ്വീകരിക്കുവാനുള്ള വിശ്വാസം എനിക്ക് നൽകണമേ. ഈ ലോകത്തിലെ എൻ്റെ ജീവിതം, എൻ്റെ തുടിപ്പ്, നിത്യജീവന്റെ സ്പന്ദനം ക്രൂശിൽ മരിച്ചുയർത്ത ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാൻ കൃപയരണമേ. എൻ്റെ വാക്കിനേക്കാളും ബുദ്ധിയേക്കാളും ജ്ഞാനം ക്രിസ്തു പകർന്നു തന്നു എന്ന് ആത്മാവിൽ വിശ്വസിപ്പാൻ സഹായിക്കണമേ. ദൈവമേ, ക്രൂശിക്കപ്പെട്ടവനായി പ്രസംഗിക്കാനും ശുശ്രൂഷിക്കുവാനുള്ള തീരുമാന ശക്തിയും ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും എനിക്ക് നൽകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ മടക്കയാത്രയോട് നാളെ പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തിൻ്റെ മുഖം കണ്ട് ഞങ്ങളുടെ പ്രവൃത്തിയിലേക്ക് പോകുന്ന എല്ലാ നന്മകളോടും ഇന്ന് ഒന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സന്തതം ചേർന്നിരുന്ന ദൈവത്തിൻ സ്നേഹം എത്ര മനോ